ഇതിനു മുമ്പുണ്ടായിരുന്ന രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹണ്ടർ ഗ്യാദറേഴ്സിനെ കുറിച്ചും അവർ എങ്ങനെ ഫുഡ് ഗ്രോ ചെയ്തതിനെ കുറിച്ചും അതുപോലെ തന്നെ എവിടെ താമസിച്ചെന്നും അതിനെക്കുറിച്ച് എല്ലാവരും നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ നോക്കിയത്. ഇന്ന് ഈ മൂന്നാമത്തെ ചാപ്റ്ററിൽ നോക്കുന്നത് സിറ്റീസിനെ കുറിച്ചാണ്. പണ്ട് കാലത്തുണ്ടായിരുന്ന ഡെവലപ്പ് ചെയ്ത സിറ്റികളെ കുറിച്ച്, ഇൻ ദ ഏർലിയസ്റ്റ് സിറ്റീസിനെ കുറിച്ച് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കാം. സേവിങ് എൻ ഓൾഡ് ബിൽഡിംഗ് എന്ന ഇതിലാണ് തുടങ്ങുന്നത്. ജസ്പാൽ ആൻഡ് ഹർപ്രീത് വെർ പ്ലേയിങ് ക്രിക്കറ്റ് ഇൻ ദ ലെയിൻ ഔട്ട്സൈഡ് ദെയർ ഹോം. അവർ ഈ ജസ്പാലും ഹർപ്രീതും അവരവരുടെ വീടിന് വെളിയിൽ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. വെൻ ദ നോട്ടീസ് ദ പീപ്പിൾ ഹു വെർ അഡ്മയറിങ് എ dilapidated old building that the children called the haunted house. കുട്ടികൾ ഹോണ്ടഡ് ഹൗസ് എന്ന് പേരിട്ട് വിളിക്കുന്ന ഒരു അബാൻഡൻഡായ ഒരു നശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ബിൽഡിങ്ങിനെ നോക്കിക്കൊണ്ട് കുറച്ച് ആൾക്കാർ അഡ്മയർ ചെയ്യുന്നത് കണ്ടു, അതിനെ പ്രശംസിക്കുന്നത് കണ്ടു. അപ്പോൾ അവർ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ഇവിടെ പറയുന്നുണ്ട്. ലുക്ക് അറ്റ് ദാറ്റ് ആർക്കിടെക്ചർ എന്ന് ഒരാൾ പറയുന്നു. വേറൊരു ലേഡി പറയുന്നു, ഹാവ് യു സീൻ ദി ഫൈൻ വുഡ് കാവിങ്, ആ വുഡിലുള്ള വർക്ക് നിങ്ങൾ കണ്ടോ എന്നൊരു ലേഡി പറയുന്നു. വി മസ്റ്റ് റൈറ്റ് ടു ദ മിനിസ്റ്റർ സോ ദാറ്റ് ഷീ മേക്സ് അറേഞ്ച്മെൻറ്റ്സ് ടു റിപ്പയർ ആൻഡ് പ്രിസർവ് ദ ബ്യൂട്ടിഫുൾ ഹൗസ് എന്ന് വേറൊരാൾ പറയുന്നു. അപ്പോൾ ഇതെല്ലാം കേട്ടപ്പോൾ ഈ കുട്ടികൾക്ക് ആശ്ചര്യമായി. ദേ വണ്ടേർഡ് വൈ എനിബഡി ബി ഇൻട്രസ്റ്റഡ് ഇൻ ദ ഓൾഡ് റൺ ഡൗൺ ഹൗസ്. ഈ നശിച്ച പഴയ ഈ വീടിനെ കുറിച്ച് എന്തുകൊണ്ടാണ് ഈ ആൾക്കാർ അതിൽ ഇൻട്രസ്റ്റഡ് ആയിരിക്കുന്നത്, എന്തുകൊണ്ടാണ് അവരിതിനെ അഡ്മയർ ചെയ്യുന്നത് എന്ന് ആലോചിച്ച് ഇവർ വണ്ടേർഡായി. അവർക്ക് ആശ്ചര്യം തോന്നി. നമ്മൾ ഇവിടെ അടുത്ത പാരഗ്രാഫിൽ നോക്കുന്നു. ദി സ്റ്റോറി ഓഫ് ഹാരപ്പ. ഹാരപ്പയെക്കുറിച്ചുള്ള കഥയാണ് നോക്കാൻ പോകുന്നത്. വെരി ഓഫൻ ഓൾഡ് ബിൽഡിങ്സ് ഹാവ് എ സ്റ്റോറി ടു ടെൽ. ഓൾഡ് ബിൽഡിങ്സിന് ഒരു കഥ പറയാനുണ്ടാവും. നിയർലി 150 years ago, 150 വർഷം മുമ്പ്, വെൻ റെയിൽവേ ലൈൻസ് വെർ ബീയിങ് ലേഡ് ഡൗൺ, റെയിൽവേ ലൈൻസ് ഇട്ടുകൊണ്ടിരുന്ന ആ കാലത്ത്, ദ ഫസ്റ്റ് ടൈം ഇൻ പഞ്ചാബിൽ ഫസ്റ്റ് ടൈം ആയിട്ട് എൻജിനീയേഴ്സ് സ്റ്റംബിൾഡ് അപ്പോൺ ദ സൈറ്റ് ഓഫ് ഹരപ്പ, ദ പ്രസൻറ്റ് ഡേ പാകിസ്ഥാൻ. പ്രസൻറ്റ് ഡേ ഇപ്പോഴുള്ള പാകിസ്ഥാൻ ഉള്ള ഹരപ്പ എന്ന സ്ഥലത്തുള്ള ബിൽഡിങ്സിനെ എല്ലാം ഒരു സ്റ്റംബിൾ ഡൗൺ ചെയ്തു, എല്ലാം നിരപ്പാക്കി. To them it seemed like a mount that was a rich source of ready-made high-quality bricks. high-quality bricks ഉള്ള ഒരു സ്ഥലമായിരുന്നു ആ എഞ്ചിനീയർക്ക് ആ ഹരപ്പ. So they carried off thousands of bricks from the walls of the old building of the city to build റെയിൽവേ ലൈൻസ്. അവർ ആ ഓൾഡ് ബിൽഡിങ്സിൽ നിന്നെല്ലാം ബ്രിക്സ് എടുത്തുകൊണ്ട് റെയിൽവേ ലൈൻസ് ബിൽഡ് ചെയ്യാനായിട്ട് കൊണ്ടുപോയി. മെനി ബിൽഡിങ്സ് വർ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയിഡ്. അങ്ങനെ പല ബിൽഡിങ്ങുകളും ഒരു കംപ്ലീറ്റായി ഡിസ്ട്രോയ് ചെയ്തു. ദെൻ അബൌട്ട് 80 years ago, 80 വർഷം മുമ്പ്, ആർക്കിയോളജിസ്റ്റ് ഫൗണ്ട് ദ സൈറ്റ്. ആർക്കിയോളജിസ്റ്റ് ആ സൈറ്റ് കണ്ടുപിടിച്ചു. റിയലൈസ് ദാറ്റ് this was one of the oldest cities in the subcontinent. സബ്കോണ്ടിനെൻറ്റിലെ ഏറ്റവും പഴകിയ ഓൾഡസ്റ്റ് സിറ്റികളിൽ ഒരെണ്ണമാണെന്ന് അവർ കണ്ടുപിടിച്ചു. ആസ് ദിസ് വാസ് the first city to be discovered, all other sites from where similar buildings were described as Harappan. Harappan എന്ന് അതിനെ ഡിസ്ക്രൈബ് ചെയ്തു. These cities developed about 4,700 years ago. ഈ സിറ്റികളെല്ലാം ഡെവലപ്പ് ചെയ്തത് 4700 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. വെരി ഓഫൻ ഓൾഡ് ബിൽഡിങ്സ് ആർ പുൾഡ് ഡൗൺ ടു മേക്ക് വേ ഫോർ ന്യൂ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് പുതിയ ബിൽഡിങ്ങുകളെല്ലാം നമ്മൾ നശിപ്പിക്കാറുണ്ട്. ഡു യു തിങ്ക് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു പ്രിസർവ് ഓൾഡ് ബിൽഡിംഗ്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഓൾഡ് ബിൽഡിങ് പ്രിസർവ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന്? വാട്ട് വാസ് ദ സ്പെഷ്യൽ അബൌട്ട് ദീസ് സിറ്റീസ്? എന്തായിരുന്നു ഈ സിറ്റികളെ കുറിച്ചിട്ടുള്ള എന്ത് സ്പെഷ്യാലിറ്റിയാണ് ഉണ്ടായിരുന്നത് ഈ സിറ്റികൾക്ക്? മെനി ഓഫ് ദീസ് സിറ്റീസ് വെർ ഡിവൈഡഡ് ഇൻ ടു 2 or more പാർട്സ്. 2 അതിലധികമോ പാർട്ടുകളായിട്ട് ഈ സിറ്റികളെ ഡിവൈഡ് ചെയ്തിരുന്നു. യൂഷ്വലി എ പാർട്ട് ടു ദ വെസ്റ്റ്
വെസ്റ്റ് വാസ് സ്മോളർ ബട്ട് ഹയർ. ചെറുതായിരുന്നു വെസ്റ്റിലുള്ള പടിഞ്ഞാറ് ഭാഗത്തുള്ള സിറ്റി, ചെറുതായിരുന്നു ബട്ട് ഹയർ, ഉയരമുണ്ടായിരുന്നു. ആർക്കിയോളജിസ്റ്റ് ഡിസ്ക്രൈബ് ദിസ് ആസ് ദ സിറ്റഡൽ. സിറ്റഡൽ എന്ന് ആർക്കിയോളജിസ്റ്റ് അതിനെ ഡിസ്ക്രൈബ് ചെയ്തു. ജനറലി ദ പാർട്ട് ടു ദി ഈസ്റ്റ്, കിഴക്കുള്ള ഭാഗം, വാസ് ലാർജർ ബട്ട് ലോവർ. വലുതായിരുന്നു പക്ഷേ അധികം ഉയരമില്ലാത്തതായിരുന്നു, ലോവർ ആയിരുന്നു. ദിസ് വാസ് കോൾഡ് ദി ലോവർ ടൗൺ. അതിനെ ലോവർ ടൗൺ എന്ന് വിളിച്ചു. വെരി ഓഫൻ വാൾസ് ഓഫ് ദ ബേക്ക് വാൾസ് ഓഫ് ബേക്ക്ഡ് ബ്രിക്ക് വെർ ബിൽഡ് അറൗണ്ട് ഈച്ച് പാർട്ട്. ഓരോ പാർട്ടിലും ബേക്ക്ഡ് ബ്രിക്ക് അല്ലെങ്കിൽ ചുട്ട കല്ലുകൾ കൊണ്ടാണ് അതിൻ്റെ വാൾസ് ഉണ്ടാക്കിയിരുന്നത്. ദ ബ്രിക്സ് വെർ സോ വെൽ ബേക്ക്ഡ്, നന്നായി ബേക്ക് ചെയ്തിരുന്നു. ദാറ്റ് ദേ ഹാവ് ലാസ്റ്റഡ് ഫോർ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ്. അതുകൊണ്ടാണത് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് കേടുവരാതിരുന്നത്. ദ ബ്രിക്സ് വെർ ലെയ്ഡ് ഇൻ ആൻ ഇൻ്റർലോക്കിംഗ് പാറ്റേൺ. ഇൻ്റർലോക്കിംഗ് പാറ്റേണിലാണ് അത് അടുക്കിയിരുന്നത്, കെട്ടിയിരുന്നത്, ഉണ്ടാക്കിയിരുന്നത്. സോ മെയ്ഡ് ദ വാൾസ് സ്ട്രോങ്. അതുകൊണ്ട് വാൾസ് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. ഇൻ സം സിറ്റീസ് സ്പെഷ്യൽ ബിൽഡിങ്സ് വർ കൺസ്ട്രക്റ്റഡ് ഓൺ ദ സിറ്റഡൽ. ചില സിറ്റികളിൽ സ്പെഷ്യൽ ബിൽഡിങ്സ് കൺസ്ട്രക്ട് ചെയ്തിരുന്നു. ഫോർ എക്സാമ്പിൾ മോഹൻജദാരോ, എ വെരി സ്പെഷ്യൽ ടാങ്ക് വിച്ച് ആർക്കിയോളജിസ്റ്റ് കോൾ ദി ഗ്രേറ്റ് ബാത്ത്. ഗ്രേറ്റ് ബാത്ത് എന്ന് വിളിക്കുന്ന ഒരു ടാങ്ക് അല്ലെങ്കിൽ ഒരു കുളം വാസ് ബിൽഡ് ഇൻ ദിസ് ഏരിയ, മോഹൻജദാരോയിൽ. ദിസ് വാസ് ലൈൻഡ് വിത്ത് ബ്രിക്സ് കോട്ടഡ് വിത്ത് പ്ലാസ്റ്റർ ആൻഡ് മെയ്ഡ് വാട്ടർ ടൈറ്റ് വിത്ത് എ ലെയർ ഓഫ് നാച്ചുറൽ ടാർ. നാച്ചുറൽ ടാറൊക്കെ വെച്ച് വാട്ടർ ടൈറ്റാക്കി പ്ലാസ്റ്റർ ചെയ്ത ബ്രിക്ക് കൊണ്ടുണ്ടാക്കിയ കുളം അല്ലെങ്കിൽ ടാങ്ക് നിർമ്മിച്ചിരുന്നു. നമുക്ക് നോക്കാം. ഇതാ ഈ ദ ഗ്രേറ്റ് ബാത്ത്, അങ്ങനെയുള്ള കുളം അല്ലെങ്കിൽ ടാങ്ക് ഉണ്ടായിരുന്നു. ദർ വർ സ്റ്റെപ്സ് ലീഡിങ് ഡൗൺ ടു ഇറ്റ് ഫ്രം ടു സൈഡ്സ്. രണ്ട് സൈഡിൽ നിന്ന് സ്റ്റെപ്പ് ഉണ്ട് അതിലോട്ട് ഇറങ്ങാനായിട്ട്. ആൻഡ് ദർ വർ റൂംസ് ഓൺ ഓൾ സൈഡ്സ്. റൂംസ് അതിൻ്റെ എല്ലാ സൈഡിലും റൂമുകളുണ്ടായിരുന്നു. വാട്ടർ വാസ് പ്രോബബ്ലി ബ്രോട്ട് ഇൻ ഫ്രം എ വെൽ. ഒരു കുളത്തിൽ നിന്ന്, ഒരു കിണറ്റിൽ നിന്നാണ് അതിലോട്ട് വെള്ളം കൊണ്ടുവന്നിരുന്നത്. ആൻഡ് ഡ്രെയിൻഡ് ഔട്ട് ആഫ്റ്റർ യൂസ് കഴിഞ്ഞിട്ട് അതിനൊഴുക്കി കളയുമായിരുന്നു. പെർഹാപ്സ് ഇമ്പോർട്ടൻറ്റ് പീപ്പിൾ ടുക്ക് എ ഡിപ്പ് ഇൻ ദിസ് ടാങ്ക് ഓൺ സ്പെഷ്യൽ ഒക്കേഷൻ. സ്പെഷ്യൽ ഒക്കേഷൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ഈ ടാങ്കിൽ വന്ന് കുളിക്കുമായിരുന്നു, മുങ്ങുമായിരുന്നു. ആൻഡ് അതർ സിറ്റീസ് സച്ച് ആസ് കാലിബംഗാൻ ആൻഡ് ലോഥൽ ഹാഡ് ഫയർ അൾത്താർസ് വേർ സാക്രിഫൈസസ് were being performed. ബലി നടക്കുന്ന ആൾത്താർസ് ഉണ്ടായിരുന്നു. ആൻഡ് സം സിറ്റീസ് ലൈക്ക് മോഹൻജദാരോ, ഹാരപ്പ ആൻഡ് ലോഥൽ ഹാഡ് എലോബറേറ്റ് സ്റ്റോർ ഹൗസസ്. ഈ സ്ഥലങ്ങളിലെല്ലാം എലോബറേറ്റുള്ള വലിയ സ്റ്റോർ ഹൗസസ് ഉണ്ടായിരുന്നു. ഇവിടെ കാണാം ഈ മാപ്പ്. ഇവിടെയാണ് ഹാരപ്പ, പിന്നെ കാലിബംഗാൻ, മോഹൻജദാരോ, പിന്നെ ലോഥൽ. നമ്മളിപ്പോൾ പറഞ്ഞ സിറ്റികളെല്ലാം ഈ സ്ഥലങ്ങളിലാണ്. ഓക്കെ, ദീസ് സിറ്റീസ് were found in Punjab and Sindh in Pakistan. പഞ്ചാബ് ആൻഡ് സിന്ധ്, പാകിസ്ഥാനിലെ പഞ്ചാബ് ആൻഡ് സിന്ധിൽ കണ്ടിരുന്ന സിറ്റികളാണ്. അതുപോലെ തന്നെ ഗുജറാത്തിലെയും രാജസ്ഥാനിലെയും ഹരിയാനയിലെയും ഇന്ത്യയിലെ പഞ്ചാബിലെയും ഒക്കെ സ്ഥലത്ത് ഉള്ള സിറ്റികളാണ് ഈ മാപ്പിൽ കാണുന്നത്. Archaeologists have found a set of unique objects. യുണീക്കായിട്ടുള്ള ഒബ്ജക്ട്സ് ആർക്കിയോളജിസ്റ്റ് ഈ സിറ്റികളിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. റെഡ് പോട്ടറി പെയിൻറ്റഡ് വിത്ത് ഡിസൈൻസ് ഇൻ ബ്ലാക്ക്, സ്റ്റോൺ വെയ്റ്റുകൾ, സീലുകൾ, സ്പെഷ്യൽ ബീഡ്സ്, മുത്തുകൾ, കോപ്പർ ടൂൾസുകൾ, പാരലൽ സൈഡഡ് ലോങ് സ്റ്റോൺ ബ്ലേഡ്സ്, അങ്ങനെ പല സാധനങ്ങളും ഇങ്ങനെ സിറ്റീസിൽ നിന്ന് ആർക്കിയോളജിസ്റ്റ് കണ്ടെടുത്തിട്ടുണ്ട്. ഹൗസസ്, ഡ്രെയിൻസ് ആൻഡ് സ്ട്രീറ്റ്സ്. വീടുകളും ഡ്രെയിനുകളും സ്ട്രീറ്റുകളും എങ്ങനെയായിരുന്നു ഈ സിറ്റികളിൽ എന്നാണ് നോക്കുന്നത്. ജനറലി ഹൗസസ് വേ ഇത് 1 or 2 stories ഹൈ, 1 or 2 നിലയുള്ള ഉയരമുള്ള വീടുകളായിരുന്നു. റൂംസ് ബിൽറ്റ് അറൗണ്ട് ദ കോർട്ട്യാർഡ്. ഒരു കോർട്ട്യാർഡിന് ചുറ്റും റൂമുകളുണ്ടായിരുന്നു. മോസ്റ്റ് ഹൗസസ് ഹാഡ് എ സെപ്പറേറ്റ് ബാത്തിങ് ഏരിയ ഉണ്ടായിരുന്നു. സം ഹാഡ് വെൽസ് ടു സപ്ലൈ വാട്ടർ. ചിലയിൽ കിണറുകളുണ്ടായിരുന്നു. ആൻഡ് ദീസ് സിറ്റീസ് ഹാഡ് കവേർഡ് ഡ്രെയിൻസ്. കവർ ചെയ്തിട്ടുള്ള ഡ്രെയിൻസ് ഉണ്ടായിരുന്നു, അഴുക്ക് ചാലുകളുണ്ടായിരുന്നു.
ആൻഡ് നോട്ടീസ് ഹൗ കെയർഫുള്ളി ദീസ് വെർ ലേഡ് ഔട്ട്. എത്ര കെയർഫുള്ളായിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. എ സ്ട്രീറ്റ് ഇൻ മോഹൻജദാരോ വിത്ത് എ ഡ്രെയിനുള്ള മോഹൻജദാരോയിലെ സ്ട്രീറ്റാണ് കാണുന്നത്. ഒരു വെല്ല ഇവിടെ കാണാം, ഒരു കിണർ. ആൻഡ് നോട്ടീസ് ഹൗ കെയർഫുള്ളി ദീസ് വെർ ലേഡ് ഔട്ട് ഇൻ സ്ട്രെയിറ്റ് ലൈൻസ്. സ്ട്രെയിറ്റ് ലൈൻസിലാണ് ഇതെല്ലാം പണിതിട്ടുണ്ടായിരുന്നത്. ഓൾദോ യു കനോട്ട് സീ ഇറ്റ്, ഈച്ച് ഡ്രെയിൻ ഹാഡ് എ ജെൻറ്റിൽ സ്ലോപ്പ്. കാണാൻ പറ്റില്ലെങ്കിലും ഒരു ചെറിയ സ്ലോപ്പ് ഉണ്ട് എല്ലാ ചാലിലും. ആൻഡ് ദ വാട്ടർ കുഡ് ഫ്ലോ ത്രൂ ഇറ്റ്. വാട്ടർ അതിൽ കൂടെ നന്നായിട്ട് ഫ്ലോ ചെയ്തു പോകാൻ പറ്റിയ സ്ലോപ്പും കൊടുത്തിരുന്നു. വെരി ഓഫൻ ഡ്രെയിൻസ് ഇൻ ദ ഹൗസസ് വർ കണക്റ്റഡ് ടു ദോസ് ഇൻ ദ സ്ട്രീറ്റ്സ്. വീട്ടിലുള്ള ഡ്രെയിനുകൾ സ്ട്രീറ്റിലുള്ള ഡ്രെയിനുമായിട്ട് കണക്റ്റ് ആവും. ആൻഡ് സ്മോളർ ഡ്രെയിൻ ലെഡ് ഇൻ ടു ബിഗർ വൺസ്. ചെറിയ ഡ്രെയിനുകൾ വലിയ ഡ്രെയിനിലോട്ട് പോയി ചേരുമായിരുന്നു. ആസ് ദീസ് ഡ്രെയിൻസ് വെയർ കവേർഡ്, ഇൻസ്പെക്ഷൻ ഹോൾസ് വെർ പ്രൊവൈഡഡ് അറ്റ് ഇൻ്റർവെൽസ് ടു ക്ലീൻ ദം. ഇൻസ്പെക്ഷൻ ഹോളുകൾ ഉണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അതിൽ കൂടെ ക്ലീൻ ചെയ്യാൻ പറ്റുമായിരുന്നു ഈ ഡ്രെയിൻസ്. ഓൾ ത്രീ houses, drains and streets were probably planned and built at the same time. അതായത് ഇതെല്ലാം പ്ലാൻ ചെയ്ത് ഒരേ സമയത്തുണ്ടാക്കിയ ബിൽഡിങ്ങുകളായിരുന്നു. ലിസ്റ്റ് at least two differences between the houses described here and those you studied about in chapter 2. chapter 2 പഠിച്ച ഹൗസസിൻ്റെ ഇവിടെ കാണുന്ന ഹൗസസിനും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹൗ ബ്രിക്സ് were arranged to build വാൾസ് ഇൻ ഹാരപ്പൻ സിറ്റീസ്. ഹാരപ്പൻ സിറ്റിയിൽ വാൾസ് എങ്ങനെയാണ് ബ്രിക്ക് വെച്ച് വാൾ ഉണ്ടാക്കിയത്, അതാണ് ഈ ഡയഗ്രത്തിൽ കാണുന്നത്. ലൈഫ് ഇൻ ദ സിറ്റിയിലെ ലൈഫ് എങ്ങനെയായിരുന്നു, ജീവിതം എങ്ങനെയായിരുന്നു. ഹാരപ്പൻ സിറ്റി വാസ് വെരി ബിസി പ്ലേസ്. വളരെ ബിസി ആയിട്ടുള്ള പ്ലേസ് ആയിരുന്നു ഹാരപ്പൻ സിറ്റി. ഈ ഹാരപ്പൻ സിറ്റി എന്ന് പറഞ്ഞാൽ ഹാരപ്പ ഇൻഡസ് വാലി അവിടെയുള്ള നദികളുടെ അടുത്തുള്ള ഒരു സിറ്റി ആയിരുന്നു. ദർ വർ പീപ്പിൾ ഹൂ പ്ലാൻഡ് ദി കൺസ്ട്രക്ഷൻ ഓഫ് സ്പെഷ്യൽ ബിൽഡിങ്സ് ഇൻ ദ സിറ്റി. അവിടെ ഈ ആൾക്കാരുണ്ടായിരുന്നു, അവരാണ് ഈ സ്പെഷ്യൽ ബിൽഡിങ്സ് പ്ലാൻ ചെയ്തതും. ദീസ് വർ പ്രോബബ്ലി ദ റൂളേഴ്സ് ആയിരുന്നു അത് പ്ലാൻ ചെയ്തതും എക്സിക്യൂട്ട് ചെയ്തതൊക്കെ. ദിസ് ഈസ് ലൈക്ലി ദാറ്റ് റൂളേഴ്സ് സെൻഡ് പീപ്പിൾ ടു ഡിസ്റ്റൻറ്റ് ലാൻഡ്സ് ടു ഗെറ്റ് മെറ്റൽ, പ്രീഷ്യസ് സ്റ്റോൺസ് ആൻഡ് അതർ തിങ്സ് ദാറ്റ് ദേ വാണ്ടഡ്. അപ്പോൾ ഈ റൂളർമാർ ആൾക്കാരെ ദൂരെ സ്ഥലങ്ങളിലോട്ട് പറഞ്ഞു വിടും, മെറ്റൽ കൊണ്ടുവരാനും പ്രീഷ്യസ് സ്റ്റോൺസ് ഒക്കെ കൊണ്ടുവരാനും അതുപോലെ തന്നെ മറ്റ് സാധനങ്ങൾ, അവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം കൊണ്ടുവരാനായിട്ട് ആൾക്കാരെ പറഞ്ഞു വിടും. ദേ മേ ഹാവ് കെപ്റ്റ് ഓൾമോസ്റ്റ് the most valuable objects such as ornaments of gold and silver or beautiful beads for themselves. അതിൽ നിന്ന് നല്ല സാധനങ്ങൾ, ഗോൾഡും സിൽവറും ബ്യൂട്ടിഫുൾ ബീഡ്സും ഒക്കെ ഈ റൂളേഴ്സ് അവരുടെ അടുത്ത് തന്നെ വയ്ക്കുമായിരുന്നു. ആൻഡ് ദർ വർ സ്ക്രൈബ്സ്, എഴുത്തുകാരുണ്ടായിരുന്നു. പീപ്പിൾ ഹു ന്യൂ ഹൗ ടു റൈറ്റ്, ഹു ഹെൽപ്ഡ് പ്രിപ്പയർ ദ സീലുകൾ ഉണ്ടാക്കാനും അതുപോലെ തന്നെ റോട്ട് ഓൺ മെറ്റീരിയൽസ്, പല മെറ്റീരിയൽസിലും അവർ എഴുതാനൊക്കെ ആയിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സ്ക്രൈബ്സ് ഉണ്ടായിരുന്നു. എന്താ ചില മെറ്റീരിയൽസ് എഴുതിയൊന്നും സർവൈവ് ചെയ്യാൻ പറ്റിയില്ല, അതെല്ലാം ഡാമേജ് ആയിപ്പോയി. ബിസൈഡ്സ് ദർ വർ മെൻ ആൻഡ് വിമൻ ക്രാഫ്റ്റ് പേഴ്സൺസ് മേക്കിംഗ് ഓൾ കൈൻഡ്സ് ഓഫ് തിങ്സ് ഈതർ ഇൻ ദെയർ ഓൺ ഹോം ഓർ ഇൻ എ സ്പെഷ്യൽ വർക്ക്ഷോപ്പിലോ അവരുടെ സ്വന്തം വീടുകളിലോ ആയിട്ട് ആണുങ്ങളും പെണ്ണുങ്ങളും ആയിട്ടുള്ള ക്രാഫ്റ്റ് പേഴ്സൺസ് എല്ലാ കൈൻഡ്സ് ഓഫ് തിങ്സും അവർക്ക് വേണ്ടതെല്ലാം അവർ ഉണ്ടാക്കുമായിരുന്നു. പീപ്പിൾ വർ ട്രാവലിംഗ് ടു ഡിസ്റ്റൻറ്റ് ലാൻഡ്സ് ഓർ റിട്ടേണിങ് വിത്ത് റോ മെറ്റീരിയൽസും പല കഥകളും കൊണ്ട് പല സ്ഥലങ്ങളിലും പോയി അവിടെ ട്രാവൽ ചെയ്ത് അവിടെ നിന്ന് പല സാധനങ്ങളും റോ മെറ്റീരിയൽസും കൊണ്ടുവരുമായിരുന്നു. മെനി ടെറക്കോട്ട ടോയ്സ് ഹാവ് ബീൻ ഫൗണ്ട്. ടെറക്കോട്ടയിലുണ്ടാക്കിയ ടോയ്കൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ദ ചിൽഡ്രൻ മസ്റ്റ് ഹാവ് പ്ലേഡ് വിത്ത് ദീസ്. അങ്ങനെയുള്ള ടോയ്സ് കൊണ്ട് അവർ കുട്ടികൾ കളിച്ചിട്ടുണ്ടായിരിക്കാം എന്നാണ് പറയുന്നത്. ഇതാണ് ടോയ്സ്, അവിടെ നിന്ന് കിട്ടിയ ടോയ്സുകളാണ്. ഇതൊരു സീലാണ്, ഹാരപ്പൻ സീൽ ഈ കാണുന്നത്. ഹാരപ്പൻ സീലാണ് ഇത് കാണുന്നത്. ആൻഡ് ദ സൈൻസ് ഓൺ ദ ടോപ്പ് ഓഫ് ദ സീൽ ആർ പാർട്ട് ഓഫ് ദ സ്ക്രിപ്റ്റ്. അവരുടെ എഴുത്തിൻ്റെ ഭാഗമായിരുന്ന സിമ്പിൾസാണ് ആ കാണുന്നത്. ദിസ് ഈസ് ദ ഏർലിയസ്റ്റ് ഫോം ഓഫ് റൈറ്റിംഗ് നോൺ ഇൻ ദ സബ് കോണ്ടിനെൻ്റ് അറിയപ്പെട്ടിരുന്ന ഏർലിയസ്റ്റ് ഫോം ഓഫ് റൈറ്റിംഗ് ആയിരുന്നത്. സ്കോളേഴ്സ് ഹാവ് ട്രൈഡ് ടു റീഡ് ദീസ് സൈൻസ് ബട്ട് we still do not know exactly what they mean.
അത് വായിക്കാൻ ശ്രമിച്ചു എങ്കിലും നമുക്ക് എക്സാക്ട്ലി അറിയാൻ പറ്റില്ല ഇപ്പോഴും എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നത് ടെറക്കോട്ടോ ടോയ്സ് ആണ്. അപ്പം ഈ പാർട്ട് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ അടുത്ത പാർട്ട് നമുക്ക് അടുത്ത ലെക്ചറിൽ നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡു ഷെയർ.